ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മറക്കണ്ട, ഇന്ന് മഹാ എപ്പിസോഡാട്ടോ നമ്മുടെ മഹാലക്ഷ്മിയിൽ. അതും മേഘനാഥന്റെയും മഞ്ജുവിന്റെയും കല്യാണ ദിവസം. അതേ കൂട്ടുകാർ, ഇവര് കല്യാണത്തിന് ഒഴുങ്ങി ചമഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ മേഘനാഥനാണ് വരൻ. ഈ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് മഹാലക്ഷ്മിയോട് ഈ മേഘനാഥൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല, വഴങ്ങില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. പിന്നീട് ഇവർ അതൊന്നും കാര്യാക്കാതെ മണ്ഡപത്തിൽ പോയി താലി കെട്ടുന്നു. ശേഷം നമ്മുടെ മഞ്ജു നിലവിളക്കൊക്കെ എടുത്ത് നമ്മുടെ മേഘനാഥന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിക്കുന്നു. പിന്നെയാണ് ട്വിസ്റ്റ് മോനെ. നമ്മുടെ ആദ്യ രാത്രി മഞ്ജു ഉടുത്തൊരുങ്ങി പാൽ ഗ്ലാസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ മേഘനാഥന്റെ ഫോണിൽ ഒരു ഫോൺ കോൾ. ആരുടെയാണ്? വേറൊരു പെണ്ണിന്റെ. മാനസാന്നും പറഞ്ഞൊരു പെണ്ണ് വിളിക്കുകയാ ആ സമയത്ത്. ആ പെണ്ണിനെ അറിയില്ല നമ്മുടെ മേഘനാഥന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും. മേഘനാഥന് ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളായിരിക്കുമല്ലോ, അല്ലെ? അപ്പൊ നമ്മുടെ മേഘനാഥൻ നൈസായിട്ട് ഫോൺ എടുത്തിട്ട് മുറിയുടെ പുറത്ത് പോയിട്ട് സംസാരിക്കും. എടി, നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? ഇന്നെന്റെ ആദ്യ രാത്രിയാണെന്ന് അറിയാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചിങ്ങനെ പറയുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. മഞ്ജു അങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ തീർന്ന്, അല്ലെ? മേഘനാഥൻ അവിടെ ഇഞ്ചിഞ്ചായിട്ട് വെട്ടിക്കൊന്നിടും നമ്മുടെ മഞ്ജു. വേറെ ഒന്നും നോക്കൂല, അല്ലെ കൂട്ടുകാരെ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ.